കേരളീയ മുസ്ലിം പരിസരത്ത് ഏറെ ശ്രദ്ധേയനായ നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ അവറുകളാണ് ന്യൂസ് 26-ൻ്റെ അതിഥിക്കൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാസപ്പിറവി വീണ്ടും വിവാദമായിരിക്കുകയാണ്. അതെ അതെ. എന്താണ് അതിനെക്കുറിച്ച് ഉസ്താദിന് പറയാനുള്ളത്? മാസപ്പിറവി എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നോമ്പ്, പെരുന്നാൾ, അതുപോലെ തന്നെ നമ്മുടെ വിശേഷ ദിവസങ്ങൾ, പ്രത്യേകിച്ചും റബീഉൽ അവ്വലാകുമ്പോൾ മീലാദ്, അതുപോലെ മുഹറമാകുമ്പോൾ തസൂഅ, ആശൂറ, ഇങ്ങനെ അത് വളരെ പ്രധാനമാണ് ഓരോന്നും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം, അറബി വർഷം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ മുഹറം തൊട്ട് തുടങ്ങുന്ന ഓരോ മാസങ്ങളും ഇതിൻ്റെ ആരംഭമായി വെച്ചിട്ടുള്ളത് മാസപ്പിറവിയാണല്ലോ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വളരെ പ്രസക്തമാണ് സ്വഹീഹുൽ ബുഖാരിയിൽ. അതേപോലെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കിതാബുകളിലൊക്കെ പറഞ്ഞൊരു ഹദീസാണ് സൂമു ലി റുഅ്യത്തിഹി. നിങ്ങൾ മാസം കണ്ടതിന്, മാസപ്പിറവി ദർശിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. വഅഫ്തിറൂ ലി റുഅ്യത്തിഹി, മാസപ്പിറവി ദർശിച്ചതിന് വേണ്ടി തന്നെ നിങ്ങൾ പെരുന്നാളാക്കുകയും വേണം. അവിടെ പ്രത്യേകം പറഞ്ഞത് റുഅ്യത്താണ്, മാസപ്പിറവി ദർശിക്കുക എന്നതാണ്, കാണുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും പ്രസക്തി ഉണ്ട്. അവിടെ ബാക്കി കൂടിയുണ്ട്. ഫൈൻ ഉമ്മ അലൈക്കും, മാസപ്പിറവി ദർശിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഒന്നുകിൽ മാസപ്പിറവി അവിടെ അത് ഉണ്ട്, കണ്ടില്ല, അങ്ങനെയായി മേഘം, അങ്ങനെ അതിൻ്റെ ആ ഹദീസിൻ്റെ ലഫ്ദ് തന്നെ അതാണല്ലോ, ഫൈൻ ഉമ്മ അലൈക്കും, മേഘം മൂടിയിട്ട് നിങ്ങൾക്ക് കാണാതെയായാൽ ഫഅക്മിലുൽ ഇദ്ദത്ത 30 യൗമ, നിങ്ങൾ 30 പൂർത്തിയാക്കിയിട്ട് പിന്നീട് അടുത്ത മാസം തുടങ്ങണം എന്നാണ്. അപ്പോൾ ഒരു മാസം കണക്കാക്കുന്നതിൻ്റെ ഇസ്ലാമിലെ കൃത്യമായ മാനദണ്ഡം ഒന്നുകിൽ 29-ൻ്റെ അന്ന് മാസപ്പിറവി ദർശിക്കലാണ്, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കിയിട്ട് അടുത്ത മാസം തുടങ്ങി. ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം. ഇതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, എവിടെയെങ്കിലും കണ്ടാൽ എന്നതല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നമ്മളെ കിതാബുകളിലൊക്കെയും പറഞ്ഞിട്ടുള്ളത് മത്തുല, അതായത് ഉദയാസ്തമയം, ഉദയം എന്ന് പറയാം, അത് പിന്നെ ഒന്നായ സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു നാട്ടിൽ കണ്ടാൽ അടുത്ത നാട്ടിലും തെയ്യും നിർബന്ധമാകും. അപ്പോൾ ഉദാഹരണം പറയാം, കാപ്പാട് കണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്നെ ബേപ്പൂര് കണ്ട്, അപ്പോൾ നമ്മളെ മലപ്പുറത്തും ഇപ്പോൾ ഇവിടെയൊക്കെ മത്തുല ഉദയം ഒന്നായ സ്ഥലങ്ങളാണല്ലോ, അവിടെ അത് നിർബന്ധമാകും എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഖാദിൻ്റെ അടുത്ത് പോകണം, ഖാദി പറയണം, അല്ലെങ്കിൽ കണ്ടാക്ക് എന്തായാലും നിർബന്ധമാവും. ഖാദി പറഞ്ഞാൽ പിന്നെ ആ മഹലിലുള്ളവർക്കാകാം. ഇതാണ് അതിൻ്റെ ഒരു കൃത്യമായ നടത്തിപ്പ്. ഇത് വിവാദമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഈ പുത്തൻവാദികൾ കൊണ്ടുവന്ന ചില അടിസ്ഥാനങ്ങളുണ്ട്, കണക്കിനെ മാനദണ്ഡമാക്കുക, ഇതുപോലെയുള്ള. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ കാലങ്ങളായി നടത്തി വരുന്ന അതിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാസപ്പിറവി ഇപ്പം അതുപോലെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ അത് വിവാദമാകും തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ ഷാഫിഈ മദ്ഹബിലെ നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു കിതാബല്ല, ഒരുപാട് കിതാബുകൾ, നമ്മളെ മിൻഹാജ്, തുഹ്ഫ, നിഹായ, മുഗ്നിയൊക്കെ അതിൻ്റെ പിന്നെ ശറഹുകളാണല്ലോ. അവരൊക്കെ പറഞ്ഞു, ആ മിൻഹാജിൻ്റെ ഇബാറത്തൊന്ന് വായിക്കാം. ഇദാ റുഇയ ബി ബലദിൻ, ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ ലസിമ ഹുക്കുമുഹു അൽ ബലദൽ ഖരീബ്, അതിൻ്റെ നിയമം ബാധകമാണ് എന്തിന്? അടുത്തുള്ള നാടിന്. ദൂനൽ ബഈദ്, ബഈദായ നാടുണ്ടാവും എന്ന് പറഞ്ഞാൽ വിദൂരതയിലുള്ള നാട്. പിന്നെ അതിൻ്റെ മാനദണ്ഡം എന്താണെന്നാണ് അടുത്ത ചോദ്യം. അതിനവർ പറയുന്ന മറുപടി ബിഖ്തിലാഫിൽ മത്വാലിഅ എന്നാണ്. അഥവാ ഉദയാസ്തമയങ്ങൾ വ്യത്യാസപ്പെടുക എന്നതുകൊണ്ടാണ് അടുത്തുള്ളതും ദൂരമുള്ളതും എന്താകുന്നത്? മാറി മറിയുന്നത്. അപ്പോൾ ഒരേ ദിശയിൽ, ഒരേ രൂപത്തിൽ, ഒരേ സമയത്താണ് ഇത് നടക്കുന്നതെങ്കിൽ ആ സ്ഥലം നമുക്ക് ഒരേ ഹുക്കുമിൽ കൊണ്ടുവരാം. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ കണ്ടതുകൊണ്ട് അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല, അവിടെ കണ്ട അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഫിഖ്ഹിൽ പറഞ്ഞ മാനദണ്ഡം. ഈ മാനദണ്ഡത്തിൽ നിന്ന് പിന്നെ മാറ്റം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വിവാദം വന്നതിൻ്റെയും പിന്നിൽ അതാണ് സംഭവിച്ചത്. സത്യത്തിൽ മുഹറം 9ഉം 10ഉം അതൊരു സുന്നത്തായ ഇബാദത്താണ്, നോമ്പാണ്. റമളാന് പോലെ അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസം അല്ല ഒരു പിന്നെ കാര്യമാണോ? ഇത് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്.
അതായത് ഓരോ മാസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ റമദാനുൽ ഷരീഫ് വളരെ പ്രധാനപ്പെട്ടതാണ്, സയ്യിദു ഷുഹൂറാണ്, മാസങ്ങളുടെ നേതാവാണ്. എന്തായാലും അതിന് പ്രത്യേകത ഉണ്ട്, പറയേണ്ടതില്ല. അതേ സമയത്ത് ഓരോ മാസവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് മുഹറത്തിനെ സംബന്ധിച്ച് ഹദീസിൽ തന്നെ നേരത്തെ സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തിഹി എന്നൊക്കെ വന്നതുപോലെ തന്നെ ഹദീസ് വന്നതാണ് മുഹറം മാസം. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഹക്കമുബിനുൽ അറജ് എന്നവർ, അഖ്ബിർനി അൻ സൗമി ആഷൂറ, എന്നാണ് ആഷൂറൻ്റെ നോമ്പ് നോൽക്കേണ്ടത്, മുഹറം 10ൻ്റെ നോമ്പ്. അപ്പോൾ പറയുന്നുണ്ട് ഇദാ റഅയ്ത ഹിലാലൽ മുഹറം, ഉണ്ടോ അവിടെ മുഹറമിൻ്റെ മാസപ്പിറവി നീ കണ്ടാൽ ഫഅദുദ് എണ്ണിക്കണക്കാക്കണം, എന്നിട്ട് വഅസ്ബിഹ് യൗമത്താസി സ്വായിമ, 9 എന്നാണോ ആകുന്നത് അന്ന് ഈ നോമ്പ് നോൽക്കണം. അപ്പോൾ കറക്റ്റാണ്, മാസം നോക്കണമെന്നും കാണണമെന്നും എല്ലാ മാസവും അങ്ങനെ തന്നെ. മുഹറം പ്രത്യേകമാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ്. സത്യം പറഞ്ഞാൽ പറഞ്ഞ ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ച ആളുകളൊക്കെ ഇതിൻ്റെ വലിയ പ്രാധാന്യത്തെ കുറച്ച് കാണുകയാണ്. അതിൽ അവർക്കൊരു ലക്ഷ്യം കൂടി ഉണ്ട്. ഈ മുഹറം 10 അഹ്ലുബൈത്തിനെ പ്രത്യേകം ഓർക്കുന്ന ദിവസമാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് നടന്ന ദിവസമാണ്. ഷിയാക്കൾ എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അവിടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെതിരുള്ള ആളുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് വിവാദമാക്കുന്നത്. ഇത്രയൊക്കെ മതി, പിന്നെ താസുവാവോ ആഷൂറാവോ എന്നെങ്കിലും നോറ്റാവോ, അതൊന്നും പറ്റില്ല. നെയ്യത്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൃത്യമാകും. മുഹറം 9ൻ്റെ നോമ്പിനെ കരുതുന്നു, അല്ലെങ്കിൽ മുഹറം 10ൻ്റെ നോമ്പിനെ കരുതുന്നു. എത്ര വ്യക്തമാണ് അതൊക്കെ. അപ്പോൾ ഇത് ഹദീസിൽ നേരിട്ട് വന്ന സംഭവം തന്നെയാണ്. എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. പ്രാധാന്യത്തോടു കൂടി മാസപ്പിറവി നമ്മൾ നോക്കുക തന്നെ വേണം. അതാണ് എൻ്റെ. ഇപ്പോൾ AP വിഭാഗം പിന്നെ മാസം ഉറപ്പിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു. കേരളത്തിലുള്ള സുന്നി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിഹായ അടക്കമുള്ള പിന്നെ നമ്മൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അവർക്ക് അനുകൂലമാണെന്നാണ് കാര്യമായിട്ട് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടത്? അതായത് ഇതിപ്പോൾ ഒരു വിധി നമ്മളെ ദീനിനെതിരായി വരുമ്പോൾ ഏതൊരു കക്ഷിയും എന്താക്കാൻ ശ്രമിക്കും, അവർക്ക് അനുകൂലാക്കാൻ ശ്രമിക്കും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, കണക്ക് നോക്കി മാസം ഉറപ്പിക്കുക, അല്ലെങ്കിൽ ലോകത്ത് എവിടെ കണ്ടാലും നമ്മളും ആക്കണം എന്നൊക്കെ ചില വാദഗതിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിന് പ്രമാണങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തും, സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൃത്യമായി നിയമം പറഞ്ഞു. ഞാൻ നേരത്തെ വായിച്ച കിതാബിന് ഏത് നോക്കിയാലും നമുക്ക് കാണാം. പിന്നെ അസ്നൽ മുത്താലിബ് ഇമാം സക്കരിയ അൽ അൻസാരി തങ്ങൾ ലൗ റഅൽ ഹിലാല ഫി ബലദിൻ ലസിമ ഹുക്കുമുഹു മൻ ഫി ഗൈരിഹി മാ ലം തഖ്തലിഫിൽ മത്വാലിഉ, ഒരു നാട്ടിൽ മാസപ്പിറവി ദർശിച്ചാൽ അത് അടുത്തുള്ള നാട്ടിനും നിർബന്ധമാണ്, ഉദയങ്ങൾ വ്യത്യാസപ്പെടാത്ത കാലത്തോളം. വ്യത്യാസപ്പെട്ടാൽ അത് ബാധകമല്ലെങ്കിൽ ഫതുഹുൽ മുഈനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. വഇദാ സബത റുയതുഹു ബി ബലദിൻ ലസിമ ഹുക്കുമുഹു അൽ ബലദൽ ഖരീബ് ദൂനൽ ബഈദ് എന്നൊക്കെ പറഞ്ഞ് ഇതിലെല്ലാവരും ഒറ്റ മസലയാണ്. പിന്നെ അവർ പറയാൻ ശ്രമിക്കുന്നത് ഫതുഹുൽ മുഈനിലും അതുപോലെ നിഹായയിലും മുഗ്നിയിലൊക്കെ ചില കലാമുകൾ എന്ന് പറഞ്ഞാൽ ചില അഭിപ്രായങ്ങളുണ്ട്, അതനുസരിച്ച് അയക്കൂടെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, കേരളത്തിൽ മാസപ്പിറവി നോക്കാനും അതിനനുസരിച്ച് വിധി പറയാനും തുടങ്ങിയത് 2025 അത് കാലങ്ങളായി നടന്നു വരുന്നതാണ്, സ്വീകരിച്ചു വരുന്നതാണ്. നമ്മളിപ്പോൾ സമസ്ത എന്ന ഈ സംവിധാനം വരുന്നതിന് മുമ്പും ഇവിടെ ഖാദിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരാൾ മാസം കണ്ടു വിചാരിച്ചോളൂ, ആ മാസം കണ്ട വ്യക്തി അദ്ദേഹം ഖാദിയോട് പോയി പറഞ്ഞപ്പോൾ ഒരു ഖാദി അദ്ദേഹത്തിനെ സ്വീകരിച്ചു, വിശ്വസ്തനായി കണ്ടു ഉറപ്പിച്ചു. അതേ ആൾ വേറൊരു ഖാദിൻ്റെ അടുത്ത് പോകുന്നു, അയാൾക്കത് വിശ്വാസമായില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ഖാദി വിധിച്ചു വേറൊരു ഖാദി വിധിച്ചില്ല, വിധിക്കുന്നവർ അതിനനുസരിച്ച് നിന്നാൽ മതി. അതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല. നീ ഉച്ചക്ക് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാലത്ത് അത് ആളുകൾ പരിഹസിക്കും, എന്നാലും ഒരു മസാലയൊക്കെ ഉണ്ടാക്കുക, അതൊന്നല്ല നമ്മളെ വിഷയം. ഇവിടെ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ ജിഫ്രി തങ്ങളും ഇങ്ങനെ എല്ലാ ആളുകളും ഇവരൊക്കെ ഈ മുഹറം ഉറപ്പിച്ചൊരു മാനദണ്ഡമുണ്ട്. പണ്ടേ വരുന്നൊരു സംഭവം. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടാൽ നമ്മൾ ഉറപ്പിക്കുക, തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഉദയം വ്യത്യാസമായ സ്ഥലങ്ങളിൽ കണ്ടാൽ കായൽപട്ടണം എന്ന് പറയുന്നത്. അതായത് അപ്പോൾ അതിന് ഇപ്പോൾ ഓരോ കൗലെടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഓരോന്ന് ഉണ്ടാക്കേണ്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലൊരു ഏകീകൃത സ്വഭാവം ഉണ്ടായാൽ ഈ സമുദായത്തിൻ്റെ ഐക്യം അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പോൾ ഒരേ മഹലിൽ തന്നെ എത്ര പ്രശ്നങ്ങളായി, ഇതിൻ്റെ പേരിൽ എത്ര ഖാദിമാർ പ്രശ്നത്തിലായി. ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് മുഹറം 10 മറ്റേ
8 9 ആവുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു പൊതുവായൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാ ഖാദിമാരും ഒന്ന് പ്രത്യേകമായിട്ട് ഇതൊന്നും എന്ത് ചെയ്യുക, കണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരസ്പരം ചർച്ച ചെയ്തിട്ട് വേണം കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നോക്കി നിങ്ങൾ അന്നത്തെ സിറാജ് പത്രമാണിത്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു ഈ പിന്നെ നമ്മളെ ദുൽഹിജ്ജ 29 വ്യാഴാഴ്ച 30 പിന്നെ വെള്ളി, ആ വെള്ളിയിലെ സിറാജ് പത്രമാണ്. അപ്പോൾ അന്ന് ഈ സിറാജിൽ നമ്മളെല്ലാവരും രാവിലെ നോക്കുമ്പോൾ കണ്ടത് ദുൽഹിജ്ജ 30 എന്നാണ്. ദുൽഹിജ്ജ 30 എന്നാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും വ്യാഴാഴ്ച രാത്രി ഖാദിമാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു 9 9:30 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എവിടെയും കണ്ടിട്ടില്ല, അനുസരിച്ച് ഉറങ്ങിയതാണ്. പിന്നെ നമ്മൾ ജുമാക്ക് പോയപ്പോഴും അതേ ധാരണയിലാണ്. ജുമാ കഴിഞ്ഞ് അന്നത്തെ സിറാജ് പത്രം അതാണ്. പിന്നെ പിറ്റേ ദിവസത്തെ സിറാജിലാണ് എന്ത് വരുന്നത്, ആഷൂറ ജൂലൈ 6. അപ്പോൾ പിന്നെ ഈ 30 ഉള്ളത് ഒന്നായിട്ടുണ്ട് മുമ്പത്തെ ദിവസം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ എന്താ ഉള്ളത്, അപ്പോൾ അതിൽ എഴുതിയത് മുഹറം മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചതിനാൽ. ആ വിശ്വസനീയ വിവരം എവിടെ നിന്ന്? സാധാരണ എഴുതലുണ്ടല്ലോ, കാപ്പാട് കണ്ടു അല്ലെങ്കിൽ പൊന്നാനി കണ്ടു, ഇങ്ങനെ എഴുതലുണ്ട്. ഇതത് എഴുതിയിട്ടില്ല. കാരണം എന്താ, കേരളത്തിലെവിടെയും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ അന്വേഷിച്ചു എന്താണ് ഇവരെ മാനദണ്ഡം, അത് നമ്മൾ ശരിക്കും നോക്കണമല്ലോ. അപ്പോൾ ഒരാൾ പറയാണ് അവിടുത്തെ ഉദയവും ഇവിടുത്തെ ഉദയവും ഒന്നാണ് എന്നാണോ പറയുന്നത്, നമ്മൾ നോക്കി, അതില്ല, വ്യത്യസ്തമാണെന്ന് അവരും സമ്മതിക്കുന്നു. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ആൾ പേരോട് സഖാഫിൻ അതിൻ്റെ പ്രസംഗം നടത്തുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് കേൾക്കും ചെയ്യാം. എന്നാൽ ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ കാണാം, വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉണർത്തി, വതബിഅഹു ഗൈറുഹു, ഇമാം സുബ്കി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു. അലാ അന്നഹു യൽസമു മിനർ റുഹിയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ഉണ്ടാകും റുഹിയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ്. മിൻ ഗൈരി അക്സിൻ, അതേ സമയത്ത് അതിന്റെ നേരെ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതില്ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ്യതി, എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും, ഖബ്ലു, അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ്. വഖളിയ്യത്തു കലാമിഹിം, ഇമാം സുബ്കി റളിയല്ലാഹുവിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ തേട്ടം, അന്നഹു മതാറുയ ഫീ ശർഖിയ്യൻ, കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയ്യൻ, എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും. ബിന്നിസ്ബതി ഇലൈഹിൽ അമലു, പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും. ഇങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അതിനുശേഷം അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് ഇത്തിറാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. അപ്പോൾ അതിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് സംഗതി എല്ലാ കിതാബിലൊക്കെ ഉള്ളത് പിന്നെ ഉദയം ഒന്നായ സ്ഥലത്ത് കണ്ടാലാകുമെന്നാണ്. പക്ഷെ ഫത്ഹുൽ മുഈനിൽ എന്തുണ്ട്, ഇങ്ങനെ ഒരു കൗല് സുബ്കി ഇമാമിൻ്റെതായിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ മാസം ഉറപ്പിച്ചത്. ഇതൊക്കെ വളരെ ബാലിശം. കാരണം ഒരു സമൂഹത്തിൻ്റെ ഐക്യം പ്രധാനമായി ഞാനൊരു കൗലുണ്ട് എന്ന് സങ്കല്പിച്ചോളി. സുബ്കി ഇമാമിൻ്റെ അങ്ങനെ ഒരു കൗലുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ സംഗതികളൊക്കെ വെച്ച് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ആരെയും പോകാൻ പാടുണ്ടോ? എന്നിട്ട് അയാൾ പറയുന്നത് ഭിന്നിപ്പുണ്ടാക്കരുതെന്നാണ്. ഭിന്നിപ്പുണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഫത്ഹുൽ മുഈനിലുള്ള ഖൗൽ എന്താണ്, ഫത്ഹുൽ മുഈൻ എന്താ പറഞ്ഞത്? ഫത്ഹുൽ മുഈൻ പറഞ്ഞ ആ സുബ്കി ഇമാമിൻ്റെ സംസാരം അത് ഫത്ഹുൽ മുഈനിൽ മാത്രമാണോ ഉള്ളത്? ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഫത്ഹുൽ മുഈനിൽ കൊടുത്ത ആ ഇബാറത്ത് അത് തുഹ്ഫയിലുണ്ട്, അത് നിഹായിലുണ്ട്, അത് മുഗ്നിയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ സംഭവം. ഒരു കിതാബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇബാറത്തല്ലാതെ. അപ്പോൾ ഇപ്പോൾ സുബ്കി ഇമാമാണല്ലോ പറഞ്ഞത്, എല്ലാവരും വനബ്ബഹ സുബ്കിയു എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബിലൊക്കെ ആ ഇബാറത്ത് തുടങ്ങുന്നത്. പിന്നെ വഗൈറുഹു അലാ അന്നഹു യൽസമു മിന റുയത്തി ഫിൽ ബലദി ശർഖി റുയത്തുഹു ഫിൽ ബലദിൽ ഗർബി. ഇതാണ് ഇപ്പോൾ ഒരു ഉദ്ധരിച്ച കലാം. അതായത് അവർ പറയുന്നത് കിഴക്ക് നാടുകളിൽ മാസപ്പിറവി ദർശിച്ചാൽ പടിഞ്ഞാറ് നാട്ടിൽ എന്തായാലും അവിടെ മാസമുണ്ടാകും, മാസപ്പിറവി
പിറവി ദർശിക്കും എന്ന് അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു വോയിസ് ഒരു പിന്നെ സഖാഫിയുടേതോ അങ്ങനെയുള്ളൊരു വോയിസ് നമ്മൾ കേട്ടിരുന്നല്ലോ. അദ്ദേഹം പ്രസംഗിച്ചിട്ട് തന്നെ ഉണ്ട്. ആ പ്രസംഗമാണ് നമുക്ക് കേൾക്കാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ കേട്ടു നോക്കി. അപ്പോൾ അതിൽ ഇപ്പോൾ പരസ്യമായി പ്രസംഗിച്ചതാണ്, ഞങ്ങളെ ന്യായമാകതാണ്, അതായത് പടിഞ്ഞാറ് നാടുകളിലാണ് നമ്മളുള്ളത് കായൽ പട്ടണത്തെ അപേക്ഷിച്ച് എന്നവർ പറയുന്നു. അതിൽ തന്നെ അവർക്ക് എഴുതി തർക്കമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ കായൽ പട്ടണത്ത് മാസം കണ്ടതുകൊണ്ടാണ് കോഴിക്കോട്ട് ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പടിഞ്ഞാറ് നാടാണ് കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. ഇതിൻ്റെ കിഴക്ക് നാടാണ് ഏത്? കായൽപട്ടണം. അപ്പോൾ കായൽപട്ടണത്ത് കണ്ടാൽ എന്തായാലും ഇവിടെ ഉണ്ടാകും, അപ്പോൾ നോമ്പ് നിർബന്ധമാകും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുബുക്കി ഇമാം പറഞ്ഞിട്ടുണ്ട്. സുബുക്കി ഇമാമിൻ്റെ ആ കൗലനുസരിച്ചാണ് ഞങ്ങൾ മാസം ഉറപ്പിച്ചത് എന്നാണ് അവർ പറയുന്ന ന്യായം. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി സുബുക്കി ഇമാം ആ കലാമ് പറയുമ്പോൾ അതിന് എത്ര കിതാബിൽ ആ സുബുക്കി ഇമാമിൻ്റെ കൗലുണ്ട് നോക്കണം. സുബ്കി ഇമാമിൻ്റെ കൗല് തുഹ്ഫ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിഹായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മുഗ്നിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഫതുഹുൽ മുഈനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇയാൾ ഫതുഹുൽ മുഈനാണ് അവിടെ എന്ത് ചെയ്തത്? ഉദ്ധരിച്ചത്. അതെ. അപ്പോൾ ഇതിലാദ്യം വന്ന കിതാബ് ഏതാ നോക്കിയാൽ മതി. ഇതിൽ ഇബ്നു ഹജർ തങ്ങളാണ് നമ്മളെ പിന്നെ തുഹ്ഫയാണ് ആദ്യം എഴുതുന്നത്. ഹിജ്റ 958 തുഹ്ഫ എഴുതാൻ തുടങ്ങി. ഒറ്റ വർഷം കൊണ്ടാണ് തുഹ്ഫ എഴുതുന്നത്. ഒരു വർഷം പൂർത്തിയായിട്ടില്ല, അതിന് പിന്നെ തുഹ്ഫ 10 വാള്യം കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ തുഹ്ഫയിൽ ഈ ഇബാറത്ത് കൊണ്ടുവന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, വഫീഹി മുനാഫാത്തുൻ ലിളാഹിരി കലാമിഹിം. സുബ്കി ഇമാമിൻ്റെ ഈ വാക്ക് നേർക്ക് നേർ അർത്ഥം വെച്ചാൽ അവരുടെ വാക്കുകൾക്കെതിരാവും ഫുഖഹാവിൻ്റെ. കാരണം ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ടെന്ത്? ഉദയം വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു നാട്ടിൽ കണ്ടാൽ മറ്റേ നാട്ടിലാവുകയില്ല എന്ന് എല്ലാവരും ഇത്തിഫാക്കാൻ പറഞ്ഞതാണ്. അതിനെതിരാകും ഏത്? സുബ്കി ഇമാം പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യണം? വയുവജ്ജഹു കലാമുഹും, അവരുടെ കലാമിനെ തൗജീഹ് ചെയ്യണം, വിശദീകരിക്കപ്പെടണം. ബി അന്ന ലാസിമ ഇന്നമാ ഹുവൽ വുജൂദു ലിർറുയ. അതായത് സുബ്കി ഇമാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് പടിഞ്ഞാറ് നാടിൽ നമ്മളാണെങ്കിൽ കിഴക്ക് കായൽപട്ടണമാണല്ലോ. അപ്പോൾ കായൽപട്ടണത്ത് കണ്ടു എങ്കിൽ മാസപ്പിറവി എന്ന സംഭവം, ആ പിന്നെ നമ്മൾ പറയുന്ന ഹിലാല് മാസം ഉദിച്ചു നിൽക്കുക എന്നുള്ളത് എന്തായാലും അവിടെ ഉണ്ടാവും, പടിഞ്ഞാറ് നാടിലുണ്ടാവും. എന്നിട്ട് മുമ്പ് പറയണം അതേനർത്ഥമുള്ളൂ, അല്ലാതെ എന്തല്ല കാണും എന്നതല്ല. അതാണ് ഇത് ഖദ് യംനഉ മിൻഹാ മാനിഉൻ. ചിലപ്പോൾ കിഴക്ക് നാടുകളിൽ കാണാൻ അന്ന് എന്തുണ്ടായിട്ടുണ്ടാവില്ല, മേഘമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ പടിഞ്ഞാറുള്ള ആളുകൾക്ക് നല്ല മഴ വന്ന് മേഘം വന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല. വൽ മദാറു അലൈഹ, കാണലാണ് മാനദണ്ഡം, ലാ അലൽ വുജൂദ്, ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാവലല്ല. അപ്പോൾ തുഹ്ഫ അതിനെ വിശദീകരിച്ച എന്താ വെച്ചാൽ സുബ്കി ഇമാം പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് കിഴക്കൻ നാടുകളിൽ കണ്ടാൽ എന്തായാലും സാധനം എവിടെ ഉണ്ടാവും? പടിഞ്ഞാറിലുണ്ടാവും. പടിഞ്ഞാറിൽ ഉണ്ടായതുകൊണ്ട് എന്താവില്ല? നോമ്പും പെരുന്നാളും ആവില്ല, അത് കാണാനുമാണ്. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ ശരിക്കും ആ സുബ്കി ഇമാമിൻ്റെ വാക്ക് വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞ കിതാബാണ് ആദ്യം ഇവിടെ വരുന്നത്. അതേ വാക്ക് പിന്നെ സുബ്കി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞ് നിഹായിൽ ഉദ്ധരിക്കുകയാണ്, അത് തന്നെ മുഗ്നിയിൽ ഉദ്ധരിക്കുകയാണ്, അത് തന്നെ ത്വയ്ബയിൽ ഉദ്ധരിക്കുകയാണ്, ഫത്വയിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ ആ ബഹ്സ് അവിടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരും അർത്ഥം വെച്ചു കൊടുത്താൽ മതി. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തുഹ്ഫയും നിഹായും മുഗ്നിയൊക്കെ എതിരാണെന്ന് ആദ്യം വരുത്തി തീർക്കുക. എന്നിട്ട് വേണ്ട ആളുകൾക്ക് തുഹ്ഫ സ്വീകരിക്കുക, വേണ്ട ആളുകൾക്ക് നിഹായ സ്വീകരിക്കുക. ഈ തനാഖുദ് എതിര് വരുന്നത് എവിടെയാണ്? ഈ തുഹ്ഫൻ്റെ ഇബ്നു ഹജർ തങ്ങളും നിഹായ എഴുതിയ പിന്നെ ഇമാം റംലിയും മുഗ്നി എഴുതിയ ഖത്തീബ് ഷർബീനി തങ്ങളും, ഈ മൂന്നാളുകളും സക്കരിയ അൽ അൻസാരി തങ്ങളെ ശിഷ്യന്മാരാണ്. ഈ മൂന്നാളുകളും സക്കരിയ അൽ അൻസാരി ഓർക്ക് പഠിപ്പിച്ചു കൊടുത്ത അസ്ലുൽ മതാലിബിൽ കാണാം, ഇതാ അംകനൽ ജംഉ ബൈനൽ കലാമൈൻ, രണ്ട് വാക്കുകൾക്കിടയിൽ ഏകോപനം സാധ്യമായാൽ വലുവല ബുഅദിൻ, അതൊരു വിദൂര സാധ്യതയാണെങ്കിൽ പോലും ലം യുഅദൽ ഇല തനാഖുദ്, വൈരുദ്ധ്യം എന്നതിലേക്ക് തെറ്റാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ തുഹ്ഫ എന്ന് വേറെ പറഞ്ഞു, നിഹായ എന്ന് വേറെ പറഞ്ഞു എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. തുഹ്ഫയും നിഹായും ഒക്കെ എന്താ ചെയ്ത് സുബ്കി ഇമാമിൻ്റെ കലാം ഉദ്ധരിച്ചു. ആ കലാമിന് ആരർത്ഥം പറഞ്ഞു? ഇബ്നു ഹജർ തങ്ങൾ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ അത് തന്നെ നിഹായിലും ഫത്തുൽ മുഈനിലും തുഹ്ഫയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഒറ്റ അഭിപ്രായം അതിലുള്ളൂ. സുബ്കി ഇമാം പറഞ്ഞതിൻ്റെ അർത്ഥം ആകെ എത്രയേ ഉള്ളൂ, എന്ത് അവിടെ കണ്ടാൽ ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്, അത് നമുക്കും തർക്കമല്ലല്ലോ. അത് സമ്മതിച്ചു എന്നാണ് പിന്നെ നിഹായിലുള്ളതിനെ കുറിച്ച് ഷർവാനെയൊക്കെ പറഞ്ഞ്.
നിഹായ ഇഖ്റാർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞു. ഏത് അവിടെ കണ്ടാൽ ഇവിടെ എന്തായാലും ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മളെ മാനദണ്ഡം കാണലാണ്. സൂമൂലി റുയത്തിഹി വാഫ്തിറൂലി റുയത്തി, അതാണ് നമ്മളെ മാനദണ്ഡം. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഷാഫി മദ്ഹബ് പ്രകാരം ഇതിന് ഇവർ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു പിൻബലവും ഇല്ലെന്നാണോ? തീർച്ചയായും അത് നമ്മളിപ്പോൾ പറഞ്ഞുണ്ടാക്കിയ സംഭവമല്ല. നമുക്കൊരു പുസ്തകം കൂടി വായിക്കാം. പരിമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്താവ മഹീസുന്ന 3-ാം ഭാഗം, ഇതിൻ്റെ 125-ാമത്തെ പേജ്. ഇതൊക്കെ നേരത്തെ ഇവിടെ രേഖപ്പെടുത്തിയതാണ്. നമ്മളിപ്പോൾ എന്തോ പറഞ്ഞു. അതിൽ ചോദ്യമുണ്ട്, ഒരു നാട്ടിൽ മാസപ്പിറവി ദർശനമുണ്ടായാൽ അയൽ രാജ്യങ്ങൾക്കും ഇത് ബാധകമാകുമോ? എങ്കിൽ മാനദണ്ഡമെന്ത്? അതാളപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ. അതിന് മറുപടി, ഒരു പ്രദേശത്ത് മാസപ്പിറവി ദർശനമുണ്ടായാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ആ വിധി ബാധകമാകുന്നതാണ്. ഉദയങ്ങൾ വ്യത്യാസമാകലും ആകാതിരിക്കലുമാണ് രാജ്യങ്ങൾ പരസ്പരം അടുപ്പത്തിലും അകൽച്ചയിലുമാകുന്നതിൻ്റെ മാനദണ്ഡം. ഈ അഭിപ്രായമാണ് പ്രബലമായത്. ഈ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ ഷർക്കിയും അതല്ല, മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ട്, എവിടെ കണ്ടാലും മതി. അതുപോലെക്ക് പറ്റൂല, അതാരും പ്രായോഗികമായി പറയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഷാഫിഈ മദ്ഹബിൽ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ പണി, അത് കായൽ പട്ടണത്ത്, തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് മാസപ്പിറവി ദർശിച്ചു എന്ന കാരണത്താൽ കോഴിക്കോട് അടക്കമുള്ള മധ്യ കേരളത്തിൽ ഇവർ നോമ്പ് തീരുമാനിച്ചാൽ മുഹറം തീരുമാനിച്ചത് ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരൊറ്റ കിതാബിൻ്റെ പിന്തുണല്ല. ആകെ പറഞ്ഞ് സുബ്കി ഇമാമിൻ്റെ ഖൗലാണ്. അത് ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് തലണ്ടോ? നമ്മളിപ്പോൾ അള്ളാഹ്ക്ക് അവയവല്ല എന്ന് പറയാം. അപ്പോൾ അള്ളാഹ് ഒരു ആയത്തിൽ പിന്നെ വയബുക്ക വജ്ഹു റബ്ബിക്, അപ്പോൾ ആ വജ്ഹിന് എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ അർത്ഥം വെച്ച് കൊടുക്കേണ്ടി വരും. ഇതെല്ലായിടത്തും ചെയ്യുന്നതല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹദീസ് കാണുന്നു, സൈനബി നേല് കണ്ടു, അപ്പോൾ അത് ഇല്ലിന് അതെല്ലാം അർത്ഥം എന്ന് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഉദയങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പിന്നെ വേറെ വേറെ കാണുന്ന വേണം എന്ന് ഫുഖഹായിൻ്റെ നിയമമാണ്. അപ്പോൾ സുബ്കി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇബ്നു ഹജർ പറഞ്ഞു അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ, അവിടെ കണ്ടാൽ ഇവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഉണ്ടായതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. എന്ത് വേണം? കാണണം. മാനദണ്ഡം കാണലാണ്. പിന്നെ അവിടെ ഒരു വിഷയം പിന്നെ ഇവർ പറഞ്ഞിരുന്നത് ഖാദി അങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി എന്നാണ്. അതായത് ഖാദിക്ക് ഇവിടെ എന്തും ചെയ്യാം, ഖാദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. അതാണ് അവിടെ പറഞ്ഞു തന്നില്ല. ഓരോരുത്തരുടെ നാട്ടിലെ ഖാദിയാണ് തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് പൊന്മള അബ്ദുൽ ഖാദറിലുള്ള എഴുതുന്ന ഒരു വാക്കുകൂടി അതിൻ്റെ ആഡ് ചെയ്യുക എൻ്റെ കൂടെ. ഇത് വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുസ്തകമാണ്, കേട്ടോളൂ. ഇനി അടിസ്ഥാനപരമായ ഒരവലംബവും ഇല്ലാതെ ഖാദി നോമ്പും പെരുന്നാളും സ്ഥിരപ്പെടുത്തിയാൽ അത് സ്വീകാര്യമല്ലാത്തതാകുന്നു. മാത്രമല്ല ലറൂറത്തിൻ്റെ ഖാദിമാർ വിധിയുടെ അവലംബം എന്താണെന്ന് വ്യക്തമാക്കുക തന്നെ വേണം. ഞാൻ കൊണ്ട് വിധിച്ചു പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ട് വിധിച്ചു എന്ന് പറയണം. ഇല്ലെങ്കിൽ പോലെ ചോദ്യം ചെയ്യാമെന്നാണ്. ഇബ്നു ഹജറിൻ്റെ ഉദ്ധരണി കാണുക. ലറൂറത്തിൻ്റെ ഖാദിയാണ് നമ്മുടെ നാട്ടിലെ ഖാദി, എന്തായാലും ലറൂറത്തിൻ്റെ ഖാദിയാണ്. തൻ്റെ വിധിക്ക് ആധാരമായ അവലംബം എല്ലാ വിധികളിലും വ്യക്തമാക്കൽ നിർബന്ധമാകുന്നു. ഒരവലംബവും വ്യക്തമാക്കാതെ ഞാൻ ഇപ്രകാരം വിധിച്ചിരിക്കുന്നുവെന്ന ഖാദിയുടെ വാക്ക് സ്വീകാര്യമല്ലാത്തതാകുന്നു. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. ഞാൻ ഖാദിയാണ്, എനിക്കൊന്നും വിധിക്കുക, അതൊന്നും നടക്കില്ല. ഇസ്ലാമിക ശരീഅത്ത്, പ്രത്യേകിച്ച് ഇവിടെ ഷാഫിഈ മദ്ഹബല്ലേ, അതനുസരിച്ചല്ല വിധിയെങ്കിൽ ഉദാഹരണം ഇപ്പോൾ നടന്ന പോലെ അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് അവർ പറയുന്നത് പോലെ അശൂറാവും താസുവ ഒക്കെ നോറ്റാൽ അത് ശരിയല്ല, ഒന്നുമല്ല. ഇത് പൊതുവെ ഇവിടെ ഖാദിമാരായ പഴയ കാലത്തിനുള്ള ഖാദിമാരൊക്കെ നടന്നു വരുന്ന ആ രൂപത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു വന്നത് പ്രകാരം ഈ വിഭാഗം മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികലമായ വാദങ്ങളാണ്. തീർച്ചയായും മറ്റെന്തൊക്കെ തരത്തിലുള്ള വാദങ്ങളാണ് ഇവർ സമൂഹത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ വാദത്തിൽ തന്നെ ഇതിന് അസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പുത്തൻവാദികൾ ഇവിടെ പറഞ്ഞ ഒരു സംഭവമാണ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പുത്തൻവാദികൾ പറയുന്നത് കണക്ക് നോക്കണം എന്നാണ്. ഇപ്പോൾക്കെതിരിൽ ഓല ടീം തന്നെ വന്നു, അത് വേറൊരു കാര്യം. പക്ഷെ കണക്ക് നോക്കുന്നു എന്നതിലേക്കാണ് ഇവനും കൊണ്ടുപോകുന്നത്. കാരണം ഓല കണക്കാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. കാരണം പിന്നെ കിഴക്കൻ നാട്ടിൽ കാണും, ഇവിടെയും കാണണ്ടേ, അതൊരു കണക്കാണ്. അപ്പോൾ ഈ കണക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ ഇവിടെ മതി എന്നതിലേക്ക് കൊണ്ടുപോകുക എന്ന ഏറ്റവും വലിയ വികലവാദമാണ് യഥാർത്ഥത്തിൽ ഇതിലും സംഭവിച്ചത്. പിന്നെ നമ്മളിങ്ങനെ നോക്കിയാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊക്കെയും ഞാൻ പലപ്പോഴും ഞങ്ങളെ പ്രഭാഷണങ്ങളിലൊക്കെ എടുത്തു പറയാറുണ്ട്. ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോയ ഈ സംഘം
ഇവരെക്കുറിച്ച് സുന്നി എന്ന് പറയാൻ പറ്റില്ല. സുന്നി എന്നിങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് സുന്നി ആവില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ പുലരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലും അതാണ് കണ്ടത്. അടിസ്ഥാന വിഷയങ്ങളിൽ വരെ ഇവർ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഇസ്തിഹാസയാണല്ലോ, വലിയ സംവാദങ്ങളൊക്കെ ഇപ്പോൾ കൊട്ടപ്പുറത്തൊക്കെ നടന്നു. ഈ സംവാദങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഇസ്തിഹാസ, ആ ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ കാക്കണേ എന്ന് പറയാം. അവിടെ വരെ ഒരു കയറി അഭിപ്രായം പറഞ്ഞു. വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ പ്രമാണവും ഓല് പറഞ്ഞ തെളിവുള്ളതുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്തിഗാസയുടെ വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സഹായിച്ചു, അല്ലെങ്കിൽ ബദരീങ്ങൾ എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് അദബ് കേടാണ് എന്ന് പറയുന്ന വാദം വരെ അവർക്കുണ്ടായി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒന്നും കഴിയാത്ത ഒരാളോടാണ് ഉപമിച്ചത്. ഒരു തളർന്നു കിടക്കുന്ന അവശനായ പിതാവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുമ്പോൾ ആ റസൂലിനെ, ഇവരൊക്കെ ചെറിയ ആളുകളല്ലല്ലോ, മുഷാവറിൻ്റെ സെക്രട്ടറി അല്ലേ, പേരോടത്ത് മുസ്ലിയാർ എന്നൊക്കെ പറയുന്നത്, അയാളാ പറയുന്ന അവശനായ വാപ്പയെ പോലെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രത്യേകതകൾ നേരത്തെ നിങ്ങൾക്ക് അറിയാലോ. 85-ാം വാർഷികം എന്ന് സമസ്ത പ്രമേയം തന്നെ പാസ്സാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നേലുണ്ടായിട്ടില്ല. നേലുണ്ട് വാദത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരും സ്വപ്നത്തിൽ എന്ന് വാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊക്കെയും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവർ നല്ല തലവെക്കെട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ പച്ചയായ ബിദ്അത്തിൻ്റെ വാദം പറഞ്ഞ ആളുകൾ അതിൽ നമ്മളിപ്പോൾ ഈ മുഹറം വന്നപ്പോൾ തന്നെ നമ്മളെ പൂർവികരൊക്കെ പാടിപ്പോകുന്നൊരു പാട്ടാണ് ലീ ഹംസത്തുൻ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട 5 ആളുകളെ വിളിച്ചുകൊണ്ടുള്ള പാട്ട്. ആ ലീ ഹംസത്തുൻ തുഫീബിയ ഹർറൽ വബാ ഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തല്ല വബനഹുമ അൽ ഫാത്തിമ, ഇത് ഷിയാക്കളെ ബൈത്താണ് എന്ന് പറയാനൊക്കെ ആർക്ക് കഴിയും? ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയത് ആത്മഹത്യാപരമാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ് പറയുന്നത്. അവരെ പോറ്റുന്നത് പ്രധാന മുഷാവറ അംഗങ്ങളും മഅ്ദിൻ പോലെയുള്ള സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ അഹ്ലുൽ ബൈത്തിൻ്റെ കാര്യത്തിൽ, ഇസ്തിഗാസയുടെ കാര്യത്തിൽ, കഴിവ് നൽകപ്പെടുന്ന കാര്യത്തിൽ, കറാമത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം വന്നു. അത് ഇതിലും കണ്ടു, അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ശംസുൽ ഉലമ അന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു ബിദ്അത്തുകാരാണ്, ഇവർ സുന്നികളല്ല എന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.